നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ചും എൽഎൽബിയുടെ എൻട്രൻസ് പരീക്ഷയിലൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, ആ ദിവസങ്ങളുടെ തീം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെറും 4 ദിവസങ്ങൾ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഏറ്റവും ആദ്യം ഫെബ്രുവരി 2 എന്ന് പറയുന്നത് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. ലോക തണ്ണീർത്തട ദിനം. നമുക്ക് അറിയാം, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത്, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ. ഇതെല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ രണ്ടാമതായിട്ട് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഫെബ്രുവരി 4 എന്ന് പറഞ്ഞാൽ ലോക ക്യാൻസർ ദിനമാണ്. വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി 4 എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള പഠന ശാഖയാണ്, ശാസ്ത്ര ശാഖയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഗത്തൊക്കെ. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പം ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. 2022 ക്യാൻസർ ദിനത്തിൻ്റെ തീം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു 2022 ക്യാൻസർ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു 2022 ക്യാൻസർ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമതൊരു ദിവസം നോക്കുകയാണെങ്കിൽ അത് ഫെബ്രുവരി 21 ഇതിനിടയ്ക്ക് ഒരുപാട് ദിനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എൽഎൽബി എൻട്രൻസിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് ഇവിടെ സോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫെബ്രുവരി 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ്. അന്തർദേശീയ മാതൃഭാഷാ ദിനമാണ്. അന്തർദേശീയ മാതൃഭാഷാ ദിനമാണ്. ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഫെബ്രുവരി 28 എന്ന് പറയുന്നത് ദേശീയ ശാസ്ത്ര ദിനമാണ്. നാഷണൽ സയൻസ് ഡേ ആണ്. സയൻസ് ഡേയുടെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ ഇന്ത്യക്കാരനായിരുന്ന CV രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഫെബ്രുവരി 28-ാം തീയതി നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പം 2022 ശാസ്ത്ര ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു 2022 ശാസ്ത്ര ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ്സ് ഡേ പഠിച്ചു, ഫെബ്രുവരി 4 ക്യാൻസർ ഡേ പഠിച്ചു, ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം പഠിച്ചു, അതുപോലെ ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം പഠിച്ചു. ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ CV രാമനെ കുറിച്ച് പറഞ്ഞു. CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ഓർമ്മയ്ക്കാണ് ശാസ്ത്ര ദിനം സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ CV രാമനാണ് ആദ്യമായിട്ട് സയൻസ് മേഖലയിൽ, ശാസ്ത്ര മേഖലയിൽ ഏഷ്യയിൽ നിന്നും നൊബേൽ സമ്മാനം നേടുന്ന വ്യക്തി എന്ന് പറയുന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ആദ്യമായിട്ട് ഏഷ്യയിൽ നിന്നൊരു നൊബേൽ സമ്മാനം നേടുന്ന വ്യക്തി രവീന്ദ്രനാഥ് ടാഗോറാണ്, സാഹിത്യത്തിനായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ഏഷ്യയിൽ നിന്നും ശാസ്ത്ര മേഖലയിൽ നൊബേൽ സമ്മാനം നേടിയ വ്യക്തി CV രാമനാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ദിവസമാണ് ഫെബ്രുവരി 28 അഥവാ ശാസ്ത്ര ദിനം എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.